നവംബർ 28 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ സ്റ്റീഫൻ ജൂനിയറും കൂട്ടുകാരും, വിശുദ്ധ ഹ്യോൺചു, വിശുദ്ധ ഹിപ്പോളിത്തൂസ്, വിശുദ്ധ ജെയിംസ് ജെല്ലാമാർക്ക, വിശുദ്ധ പപ്പീനിയാനിസ്, വിശുദ്ധ മാൻസുവത്തൂസ്, വിശുദ്ധ റൂഫസും കൂട്ടുകാരും. വിശുദ്ധ സ്റ്റീഫൻ ജൂനിയറും കൂട്ടരും. 714-764 കാലഘട്ടത്തിലാണ് വിശുദ്ധ സ്റ്റീഫൻ ജൂനിയറും കൂട്ടുകാരും ജീവിച്ചിരുന്നത്. പ്രതിമ ഭഞ്ജകരുടെ മർദ്ദനത്തിൽപ്പെട്ട രക്തസാക്ഷികളിൽ മുഖ്യനായ സ്റ്റീഫൻ 714 കോൺസ്റ്റാന്റിനോപ്പിളിൽ ജനിച്ചു. സമ്പന്നരും സുഹൃത്തുക്കളുമായ മാതാപിതാക്കന്മാർ മകന് ഉത്തമ ശിക്ഷണം നൽകി. കാൽസറിന് സമീപമുള്ള വിശുദ്ധ ഓക്സൻസിയൂസിൻ്റെ ആശ്രമത്തിലാണ് സ്റ്റീഫൻ 15-ാമത്തെ വയസ്സ് മുതൽ താമസിച്ചു പോന്നത്. പിതാവ് ദിവംഗതനായപ്പോൾ സ്റ്റീഫൻ കോൺസ്റ്റാന്റിനോപ്പിളിൽ പോയി തൻ്റെ ഓഹരി വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൊണ്ട് തിരിച്ചു വന്നു. ദൈവശാസ്ത്രവും വിശുദ്ധ ഗ്രന്ഥവും പഠിച്ചു. വിശുദ്ധ ക്രിസോസ്റ്റമിൻ്റെ ഗ്രന്ഥങ്ങൾ സ്റ്റീഫൻ ആർത്തിയോടെ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. 30-ാമത്തെ വയസ്സിൽ താൻ പഠിച്ചിരുന്ന ആശ്രമത്തിൽ അദ്ദേഹം ആബട്ടായി. ഒരു മലയിൽ സ്ഥാപിച്ചിരുന്ന കൊച്ചു കൊച്ചു പർണശാലകൾ ചേർന്നതായിരുന്നു ആശ്രമം. പ്രസ്തുത മലയിലെ ഒരു ഗുഹയിലായിരുന്നു സ്റ്റീഫൻ താമസിച്ചിരുന്നത്. ആട്ടിൻതോലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉടുപ്പ്. ഒരു ഇരുമ്പ് പട്ടയായിരുന്നു അരക്കെട്ട്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കൂടുതൽ ഏകാന്തവാസത്തിന് വേണ്ടി സ്റ്റീഫൻ ആബട്ട് സ്ഥാനം രാജിവെച്ചു. ഗിരിശൃംഗത്തിൽ ശരിക്കും നിവർന്നു നിൽക്കാൻ പാടില്ലാത്ത ഒരു ഗുഹയിൽ താമസമുറപ്പിച്ചു. അക്കാലത്താണ് ലെയോയുടെ പിൻഗാമിയായ കോൺസ്റ്റന്റൈൻ അഞ്ചാമൻ വിശുദ്ധരുടെ പ്രതിമകൾക്കെതിരായ സമരം ആരംഭിച്ചത്. 754 കുറേ മെത്രാന്മാരെ വിളിച്ചുകൂട്ടി പ്രതിമാവന്ദനം വിഗ്രഹാരാധനയാണെന്ന് പാസാക്കി. ഇത് സ്റ്റീഫനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കലിസ്റ്റസ് എന്ന ഒരു ഉദ്യോഗസ്ഥനെ സൈന്യത്തോടുകൂടെ രാജാവ് അയച്ചു. ഭീഷണികളും തർക്കങ്ങളും സ്റ്റീഫനെ മാനസാന്തരപ്പെടുത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ ശിരച്ഛേദം ചെയ്യാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ സ്റ്റീഫനോടൊപ്പം 764 ബാസിൻ, പീറ്റർ, ആൻഡ്രൂ തുടങ്ങിയ 300 സന്യാസിമാരെയും രാജാവ് വധിക്കാൻ ആജ്ഞാപിച്ചു. അവർ അങ്ങനെ വധിക്കപ്പെട്ടു. സ്വന്തം ജീവൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ബലി കൊടുത്ത വിശുദ്ധ സ്റ്റീഫനെ ഈ ലോകത്തുള്ള എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും വേണ്ടിയും തിരുക്കുമാരൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.